പ്രവർത്തക സമിതി അംഗമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ കെ പ്രേമരാജ് അവറുകളാണ്. ഏറെ സ്നേഹപൂർവ്വം പ്രേമേട്ടനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലൂടെ സംഗീത പരിപാടികൾക്കായി ഇവിടെ എത്തിച്ചേർന്ന ഒട്ടനവധി ഗായകരുണ്ട്. വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്ന പ്രേമരാജുണ്ട്, UC രാമേട്ടൻ, അങ്ങനെ ഒട്ടനവധി ബാബുട്ടൻ, എനിക്കറിയാവുന്ന കുറച്ച് ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഒട്ടനവധി ആളുകൾ നമ്മുടെ ലൈബ്രറി ആയിട്ടെല്ലാം പ്രവർത്തിച്ചു വരുന്ന ആളുകളുണ്ട്. ഇന്നത്തെ ഈ മീഡിയ ഇതിൽ ലൈവ് ചെയ്യുന്ന മുരളിയേട്ടനും പ്രവീണും, അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ സംഗീത സന്ധ്യ സജീവമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി ശ്രീ മാധവ മാഷ് അവരെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചെറുകഥ റിനൈസൻസ് ലൈബ്രറിയുടെ പ്രതിമാസ പരിപാടികളെപ്പെടുത്തി ഈ മാസം ഈ പി ജയചന്ദ്രൻ അനുസ്മരണവും അതുപോലെ തന്നെ ഒരു ഗാന സന്ധ്യയുമാണ് ഒരുക്കിയിട്ടുള്ളത്. സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഇത്തരം പരിപാടികൾ നടത്താൻ ശ്രദ്ധിക്കാറുണ്ട്. ചെറുകഥ റിനൈസൻസ് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടികൾക്കൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ആളുകൾ സംഘടിക്കാറുമുണ്ട്. ഇന്നും മോശമില്ലാത്ത ആളുകളോട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഗാനമേള എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഗാനസന്ധ്യ എന്ന നിലയ്ക്ക് ആളുകൾ ഇനിയും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ കൂടുതലായും സംസാരിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പി ജയചന്ദ്രൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഭാവഗായകനാണ്. നമുക്ക് ഒരുപാട് ആളുകളെ അറിയാം. യേശുദാസ്, ജയചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗീതവും നമ്മുടെ നിത്യവും TV-യിലും പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ജയചന്ദ്രൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ ആ ഗായകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹം നമുക്ക് കഴിഞ്ഞ മാസം 20-ാം തീയതി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് വിവിധ ലൈബ്രറികളും പരിപാടികളും അതുപോലെ സ്ഥാപനങ്ങളൊക്കെ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുകഥ ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ MT അനുസ്മരണം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ന് ജയചന്ദ്രൻ അനുസ്മരണം നടത്തുകയാണ്. അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരു ഗാനസന്ധ്യ, നമുക്കറിയാം ജയചന്ദ്രന്റെ സമ്പാദ്യം അല്ലെങ്കിൽ നമുക്കൊക്കെ സംഭാവന നൽകിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗാനങ്ങളാണ്. വിലമതിക്കാനാവാത്ത എത്രയോ മഹത്തായ, നമ്മൾ കേട്ടാലും മതിവരാത്ത ഭാവഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മെ എക്കാലവും നമ്മളെ കോരിത്തിരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഗായകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ആദരവും സ്നേഹവും അദ്ദേഹത്തോടുള്ള മതിപ്പും ഒക്കെ കണക്കെടുത്തുകൊണ്ട് പല ആളുകളും ഈ ചെറിയ അരിപ്പുകൾ പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ പേരെടുത്ത് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് അറിയപ്പെടുന്ന ഒട്ടേറെ ഗായകരും അതുപോലെ പിന്നണി പ്രവർത്തകരും ഒക്കെ എത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ഗാന ആലാപനവും അതുപോലെ തന്നെ പ്രകടനവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അവർക്ക് എല്ലാവർക്കും ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഗായകർക്കും അതുപോലെ തന്നെ പി ജയചന്ദ്രനെ അനുസ്മരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ 1-2 ആളുകൾ ഇതിനെക്കുറിച്ച് ജയചന്ദ്രനെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്താനുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറയുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ മണിമാഷ് ഇവിടെയുണ്ട്. അദ്ദേഹം ഒരു ഗാനാലാപനത്തോടു കൂടി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ MC പ്രേമരാജ് ഞങ്ങളുടെ ലൈബ്രറിയുടെ പ്രധാന പ്രവർത്തകനും ഇത്തരം പരിപാടികളൊക്കെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ പരിപാടി ജയചന്ദ്രൻ അനുസ്മരണം നടത്തുന്നത്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഈ നിസാന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഗാനത്തെ സ്നേഹിക്കുന്ന ഭാവഗാന സംഗീത പങ്കെടുക്കാനെത്തിയ ഗായകർ ഉൾപ്പെടെയുള്ള ലൈവ് മീഡിയ പ്ലസ് ചാനലിൻ്റെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹാർദമായ അഭിനന്ദനം ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ അനുസ്മരണ പ്രഭാഷണം
കൊച്ചി രാജകുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ്. അദ്ദേഹത്തിന്റെ പിതാവ് രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ. അദ്ദേഹം ഈ രാജകൊട്ടാരത്തിലെ സംഗീത വിദ്വാനായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിൽ ആർജിച്ചതാണ് ആ സംഗീതം. ആ കൊട്ടാരത്തിലെ സംഗീത വിദ്വാന്റെ മകനായിട്ടാണ് ടി ജയചന്ദ്രൻ 1944 ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അമ്മ ഭദ്രാവതി, വീട്ടുപേര് ഭദ്രാവതി എന്നാണ് അവരുടെ കുടുംബ പേര്. ഭാര്യയുടെ ലളിതയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. 2 മക്കളുണ്ട്. അപ്പോൾ ഈ സംഗീത മേളകളിൽ, യുവജനോത്സവങ്ങളിലൊക്കെ ജയചന്ദ്രനാണ് പലപ്പോഴും 1ാം സ്ഥാനം നേടാറുള്ളത്. യേശുദാസിന്റെ ലളിതഗാന മത്സരത്തിൽ 1ാം സ്ഥാനം എത്തിയപ്പോൾ ഒരു മൃദംഗ വിദ്വാൻ കൂടിയായ പി ജയചന്ദ്രനാണ് അന്ന് മൃദംഗത്തിന് സമ്മാനം നേടിയത്. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ 2 മക്കളാണുള്ളത്. ലക്ഷ്മി, ദിനാണ്. ഈ 2 കുട്ടികളാണ് ജയചന്ദ്രനുള്ളത്. ഏതായാലും 80ാം വയസ്സിലാണ് അദ്ദേഹം ഒരു ശാസ്ത്രീയ സംഗീതം പോലും പഠിക്കാതെ, ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്ന ആഗ്രഹം അത് യേശുദാസിനോട് പലതവണ പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് അതിനുള്ള അവസരം കിട്ടിയില്ല. അങ്ങനെ സംഗീതം പഠിക്കാതെ മലയാളികളുടെ മനസ്സിൽ ഒരു നിറ സാന്നിധ്യമായി ഒട്ടേറെ ഗാനങ്ങൾ കൊണ്ട് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ടി ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വിയോഗത്തോട് ഒരു അനുശോചനം കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇനി ഇവിടെ ചേരുന്നത്. 1 മിനിറ്റ് നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി ഇന്നും മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായിട്ട് 16,000-ഓളം ഗാനങ്ങൾ പാടിയ ആളാണ് ജയചന്ദ്രൻ. 1000 2000 ഒന്നുമില്ല, 16,000-ഓളം ഗാനങ്ങൾ വിവിധ ഭാഷകളിലായി അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ മൂളിപ്പാട്ടായി കൊണ്ടു നടക്കുന്നത് അധികവും ജയചന്ദ്രന്റെ ഗാനങ്ങളാണ്. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് എത്തിയ ചാനൽ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരാണ് ഇതിൽ ഓർക്കസ്ട്ര പങ്കെടുക്കുന്നത്. നമ്മുടെ സുഹൃത്ത് ശ്രീ ബാബു കുപ്പാടിത്തറയാണ് ഹാർമോണിയം കൈകാര്യം ചെയ്യുന്നത്. തബല കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരൻ പ്രേമരാജാണ്. അതുപോലെ തന്നെ പാടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടുകാർ, ഈ ലൈബ്രറിയുടെ കുടുംബ അംഗങ്ങളാണ്. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മണിമാഷെ ക്ഷണിക്കുകയാണ്. മണിമാഷ് ഒരു നേരത്തെ സൂചിപ്പിച്ച മാതിരി ഗായകനാണ്. മണിമാഷും ഞാനും ഒക്കെ ഗാനമേള ട്രൂപ്പ്, മുഹമ്മദ് ഉർക്കി അടക്കം ഞങ്ങളൊരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. 35 രൂപയാണ് ഞങ്ങളെ ഫീസ്. അത് തബലിസ്റ്റ് ചെയ്യാനാണ്. മണിമാഷക്ക് ഗിറ്റാർ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഉർക്കി പാടും, രാമേന്ദ്രൻ പാടും. അങ്ങനെ മണിമാഷെ പെങ്ങള് ഏറ്റവും നല്ലൊരു ഗായികയായി തീർന്നത് ഒരുപക്ഷെ അതിനുള്ള പ്രചോദനമൊക്കെ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്നാണ്. ഇപ്പം മണിമാഷെ മകളുടെ മകളും ഏറ്റവും നല്ലൊരു ഗായികയായി വിദേശത്ത് സംഗീത വിദ്യാലയം നടത്തിയിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം പാടിക്കൊണ്ട് തന്നെ നിർവഹിക്കുന്നതിന് മണിമാഷെ ക്ഷണിക്കുകയാണ് അധ്യക്ഷന്റെ സമ്മതത്തോടുകൂടി. അങ്ങനെയാണ് പരിചയം. അതിനുശേഷം മല്ലശ്ശേരി ഗ്രാജുവേറ്റിന്റെ പുരസ്കാരം, മല്ലശ്ശേരി ഗ്രാജുവേറ്റ് പുരസ്കാരം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു 3 തവണ പോയിരുന്നു. അന്നും കണ്ടിട്ടുണ്ട്. രവീന്ദ്ര മാഷ് അടക്കം, ഗീഷ് മുത്തഞ്ചേരി, സംവിധായകൻ രഞ്ജിത്തും, അതുപോലെ എം ജി ശ്രീകുമാർ, സുജാത, എല്ലാമുള്ള വലിയൊരു സ്റ്റേജിൽ വെച്ചിട്ടാണ് എപ്പോഴും ആ പരിപാടി നടക്കുക. ഒരിക്കല് മറക്കാനാവാത്തൊരു സംഭവം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ എനിക്കറിയാം, എന്നാണ് ഞാൻ ഷെയർ ചെയ്യാം. ഒരിക്കലും ഞാനവിടെ ചെന്നപ്പോൾ തേജ് മവി എന്ന് പറഞ്ഞൊരു കോഴിക്കോടുള്ളൊരു സംഗീത സംവിധായകൻ, അദ്ദേഹം എനിക്ക് കയറി ചെന്ന പരിചയമുള്ളതുകൊണ്ട് വേഗം ബാഡ്ജ് തന്നു. ബാഡ്ജ് എടുത്ത് അണിഞ്ഞ് മുല്ലശ്ശേരി രാജ്യ പുരസ്കാര ചടങ്ങാണ്, MD ആണ് അതിൻ്റെ ഉദ്ഘാടനം. ആ ചടങ്ങിൽ ഞാൻ ബാഡ്ജ് ഇങ്ങനെ സൈഡിൽ നിൽക്കുമ്പോൾ ജേട്ടൻ കയറി വന്നു, ഒരു കാറിൽ വന്ന് ഇറങ്ങി. ഞാൻ മദ്രാസിൽ വരിക, ഒരു റെക്കോർഡിങ് കഴിഞ്ഞ് ഒരു ഗാനമേളയുണ്ട്, 2 ദിവസമായി പോയിട്ട്. ഈശ്വരൻ പേഴ്സിൽ നിന്ന് ഒരു ചെക്ക് എടുത്ത് കാണിച്ചു, 25,000 രൂപ.
2006 നോക്കണം, 25,000 ഒരു ചെക്കാണ്. 10 പൈസ എൻ്റെ ഇല്ല. ഏടം പറയും ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല. അവിടെ നമുക്ക് കൃത്യമായിട്ട് കോഴിക്കോട് മുല്ലശ്ശേരി രാജീവ് പുരസ്കാരക്കാര് കോഴിക്കോട് എയർപോർട്ടിലേക്ക് കാറ് വിട്ടിട്ടുണ്ട്. ആ കാറിൽ വരുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്, പൈസ ഇല്ലല്ലോ, എന്റെ ചെക്കാണ്. അപ്പൊ ഇന്നത്തെ പോലെ ATM ഒന്നും ഇല്ലാത്തൊരു കാലമാണ് 2006. അപ്പൊ ഡ്രൈവറോട് പറഞ്ഞു ചായ വേണം. ഡ്രൈവർ പൈസ കൊണ്ട് ചായ കുടിച്ചു. എന്നിട്ട് എന്നോട് കണ്ടക്ടർ മണീസ് പറഞ്ഞു. അത് ഞാൻ വളണ്ടിയർ ആണല്ലോ, കണ്ടക്ടർ മണീസ് പോലെ. പിന്നീട് ഇതേ മുല്ലശ്ശേരി പുരസ്കാരത്തിൽ വന്നപ്പോഴാണ് മൂപ്പര് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാനൊരു 100 രൂപ തരാണ്ടെന്ന് വാങ്ങി. 100 രൂപ എടുത്തു വെച്ച് തിരിച്ചു തന്നു. ഞാനത് വാങ്ങാൻ കൊണ്ടാക്കിയില്ല. സമയത്ത് ഇത് വാങ്ങിയത് എനിക്ക് ഭയങ്കര വിഷമം. കാരണം നിങ്ങൾ വളണ്ടിയർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. പിന്നെയാണ് മനസ്സിലായത് ഇവിടെ പാടുന്ന ഫീമെയിലിന്റെ ബ്രദറും അച്ഛനൊക്കെയാണ് 100 രൂപ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അതാണ് അത്ര എന്താണ് കൃത്യമായിട്ട് സാധാരണക്കാര് കൃത്യമായ ചിട്ടയായ ജീവിതമൊന്നുമില്ല. അത്യാവശ്യമൊക്കെ വെള്ളം അടിക്കുന്ന കൂടുതലാണ്, വർമ്മയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ്. കാരണം അവിടെ രവീന്ദ്രൻ മാഷ്, MT രഞ്ജിത്ത്, ഗിരീഷ് പുത്തഞ്ചേരി ഇവരൊക്കെ ഒരൊറ്റ കമ്പനിയാണ്. പറയാറ് നമുക്ക് കമ്പനി കൂടി അങ്ങനെ ഉണ്ടാവും ആ രീതിയിൽ തന്നെ. അപ്പൊ അതിനൊന്നും യാതൊരു വിലക്കും ഇല്ലാതെ തണുത്ത വെള്ളം കുടിച്ച ശബ്ദം പോകുന്നത് ആശയുടെ ഭരതമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തണുത്ത വെള്ളം കുടിക്കും. ഞാൻ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടാണ് ഐസ്ക്രീം വാങ്ങിയതിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചോളൂ. അങ്ങനെയാണ് ജീവിതത്തിൽ വലിയ ചിട്ടയൊന്നും ഇല്ലാതെ MTക്കും അങ്ങനെയാണ്, ഒരു ചിട്ടയും ഇല്ല. ആ രീതിയിലാണ് പഠിച്ചത്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അല്ലാതെ വിഷമം തോന്നുകയാണ്. എന്നിരുന്നാലും നമ്മളെ മലയാളത്തിന് ശരിക്കും എണ്ണം പറഞ്ഞ ഗാനങ്ങൾ സംബന്ധിച്ച് ഒരിക്കലും ഒരു സംവിധായകന്റെ ഒരു സംഭവം എന്നോട് പറയണ്ടായി. സംവിധായകൻ എനിക്ക് ഓർമ്മയില്ല, പയ്യനായിരിക്കും ഒരു പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ശരിക്കും സിനിമ സംവിധായകൻ വന്നിട്ടും ആ പയ്യനെ മാറണം കേട്ടോ, പയ്യൻ പാടി ശരിയല്ല. അതെന്താ സാറേ ആ പാടാൻ പയ്യൻ നന്നായി പാടിയല്ലോ, പിന്നെന്താ വിഷമം? അല്ല അത് പിന്നെ അതില് മധുവാണ് അഭിനയിക്കുന്നത്. അപ്പൊ മധുവാണല്ലേ, അപ്പൊ ഒരു കാര്യം മധുവിനങ്ങ് മാറ്റിയാൽ മതി, എന്നിട്ട് സത്യനെ ഇട്ടാൽ മതി. പാട്ട് മാറ്റണല്ലോ. അയ്യോ അത് നടക്കില്ല, എന്നാ ഇതൊന്നും നടക്കില്ല. പക്ഷെ ആ പാട്ട് ഹിറ്റായി. പിന്നീട് ആ പാട്ട് ഹിറ്റായി. അങ്ങനെ ഏട്ട പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ കുറെ ചരിത്രങ്ങളുണ്ട്. അതായത് ആ പാട്ട് പാടിക്കൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം ഒന്നും പറഞ്ഞില്ല, തുടക്കം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെ സമ്മതത്തോടെ ആ പാട്ടിലേക്ക് കടക്കാം. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മനുറക്കമായി ഗുണതരുതേ, എന്നോ മനുറക്കമായി ഗുണതരുതേ. കുന്നിനി തിരിതാഴ്ത്തു ശാരദ നീനാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരം എന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ സരളമായി ഇളവേൽക്കുമ്പോൾ, ആരാട്ടിങ്ങനുയാത്ര നിദ്രതൻ പടിവരെ താമരമലർമിഴി അടയുവതേ. ആരാട്ടിങ്ങനുയാത്ര നിദ്രതൻ പടിവരെ താമരമലർമിഴി
ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറപോലും ഈ മുഖം നോക്കി രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറപോലും ഈ മുഖം നോക്കി കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരിതാട്ടു ശാരദ നീലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. കള്ളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കള്ളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ മലയാള ഭാഷതൻ മാതകവല്ലി മലമന്ദഹാസം വിരിയുന്നു. കിളികൊഞ്ചും നാടിന്റെ ഗാനീയശൈലി തെളിയുന്നു. മയിൽപ്പീലി കണ്ണുകളിൽ മാറിന്റെ ശരങ്ങൾ
നിറയുന്നു മലയാള ഭാഷ തൻ മാതൃകവന്തി വളർമന്ദഹാസമറിയുന്നു കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിയിൽ നീലക്കരമും തെളിയുന്നു മലയാള ഭാഷ മാതൃകവന്തി വളർമന്ദഹാസമറിയുന്നു കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിയിൽ നീലക്കരമും തെളിയുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്ദുരാവി എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്ദുരാവി എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ ഏതു പുഷ്പവനം നീ തിരയുന്നു ഏതു കൽപ്പനയിൽ നീ മുഴുകുന്നു പെണ്ണിലെ സുധാകരനോ വിരഹിയായി കാമുകനോ എന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി ആരുണർത്തുന്നു ഹർഷബാഷ്പം വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്ദുരാവി എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ ശ്രാവണ നിശീതിനിതം പൂവനം തളിർത്തു ആതിരാവിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു വിഫലമായ മധുവിധുവാൻ വിരഹശോക സ്മരണകളാ
സഖി ആയിരിക്കും ഹർഷപാഷ്പം വർഷമഞ്ജലി വന്നു ഇന്ദുമുഖി എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ തഴുകിയോളം മധുരഹേമന്തം രതിയോ കാമശിലയോ തീയൊരു പ്രണയഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ഗാനമേ നിൻഗാനഭാവം താമരതനുവ ഇതളിത്തുണരും താളലയങ്ങൾ ഇതളിത്തുണരും താളലയങ്ങൾ ഈരൻ പൂന്തുകില രതിയോ രാഗനദിയോ നീ സുഖ രംഗസോപാനമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം കുങ്കുമമണിയും ലോലകപോലം കുങ്കുമണിയും ലോലകപോലം സന്ധ്യാലരിതള മധുവോ പ്രേമനിധിയോ നീ സുഖ സ്വർഗവാസന്തമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞുതുള്ളികൾ കഴുകിയൊഴുകും മധുരഹേമന്തം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം മഞ്ഞലയിൽ മുങ്ങിത്തോറ്റി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമച്ചകുറി
കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മണ്ണിടയിൽ മുങ്ങിത്തോന്നി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലയോ നീ മാത്രം കണ്ടില്ലയോ പ്രേമ ചകോരി 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 കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ കവിതത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ മറന്നുവല്ലോ മഞ്ഞളയിൽ മുങ്ങിത്തോന്നി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം കണ്ടില്ലല്ലോ പ്രേമ ചകോരി 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 മഞ്ഞളയിൽ മുങ്ങിത്തോന്നി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി 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 എന്റെ രാധേ ഉറക്കമായോ രാജീവനയന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ രാധേ ഉറക്കമായോ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ രാജീവനയനന്റെ വാർത്തകൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ രാധേ ഉറക്കമായോ
പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി കാവേരി പുഴയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം വാഴാനൊരു കൊട്ടാരം കാവേരി കരയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം വാഴാനൊരു കൊട്ടാരം കബനി നദിക്കരയിൽ കളിയാടാനൊരു പൂന്തോട്ടം കളിയാടാനൊരു പൂന്തോട്ടം കുളിക്കാനൊരു പൂഞ്ചോല കുടിക്കാനൊരു തേഞ്ചോല ഒരുക്കി നിന്നെ ഓണക്കുയിലേ വന്നിടുക നീ നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി ആലിമുകിൽ തേന്മാവിന്റെ മലരണിയും തുമ്പത്ത് മലരണിയും തുമ്പത്ത് ആലിമുകിൽ തേന്മാവിന്റെ മലരണിയും തുമ്പത്ത് മലരണിയും തുമ്പത്ത് ആടാനും പാടാനും പൊന്നോ ഞാൻ കെട്ടിയ പൊന്നോ ഞാൻ കെട്ടിയ മഴവിൽ ഊഞ്ഞാല പാട്ടോട്ടിലൂഞ്ഞാല നിനക്കിരിക്കാതെ വന്നു നീലക്കുയിലേ വന്നിടുക നീ നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാഭരണങ്ങൾ പാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ
യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി. ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങി. ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങി. കരിമുകിൽ കാട്ടിലെ രജനി തന്നേ കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. കരയുന്ന രാത്രിയിലെ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ. കരയുന്ന രാത്രിയിലെ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ. മധുമാസ ചന്ദ്രലേഖ മധുമാസ ചന്ദ്രലേഖ മടങ്ങും പള്ളിത്തേരും കരിമുകിൽ കാട്ടിലെ രജനി തന്നേ കടത്തുവെള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. കരയിൽ നീ മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ കണ്ണൊന്ന ഞാൻ പാടി പൈക്കിടവ് ഓടിപ്പാവുടുത്ത് കനിത്താരവുമായി കൈ നീക്കമെൻ കയ്യിൽ തരുമ്പോൾ എന്റെ വീരന്നും നിറയുന്ന തൊഴുതാൽ വീഴും
പൂരപ്പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും കിട്ടി വിളയുമല്ലോ കരുണകൾ മുട്ടുപൊഴിയുമല്ലോ. ഓണമല്ലവരില്ലേ അമ്മയെന്ന കണ്ണമലരല്ലേ. ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്ക് കുഞ്ഞുങ്ങൾ. ഞാനും നീ അമ്മയ്ക്ക് പൊന്നും നീ എന്നും പൊന്നും നീ. തങ്കമനസ്സ് മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ഈ മുറ്റത്തെ തുളസി പോലെ. കനവിനുള്ളിൽ നല്ലൊരു പുഞ്ചിരിയുണ്ട്. നവക്കുടം പോലെ പൊന്തി വരും അമക്കിളികളുണ്ട്. അമ്മയ്ക്ക് കൂട്ടു നടക്കാൻ കുഞ്ഞാര പൈക്കളുണ്ട്. അക്കരെ ഇക്കരയ്ക്ക് കടത്തിനൊരമ്പിളിത്തോണിയുണ്ട്. വീടേ വീടെന്ന് മൊഴിയിലെ നാടേ നാടെന്ന് ആരുണ്ടെന്നാലും അമ്മതൻ കൂടെ ഞാനുണ്ട്. നിഴലായിരാപ്പകൽ കൂടെ ഞാനുണ്ട്. എന്നും ഞാനുണ്ട്. തങ്കമനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈകിടവ്. ഓടിപ്പാവുടുത്ത് കണിത്താലവുമായി കൈ നീക്കമെൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുകാല് വീഴും. തങ്കമനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈകിടവ്. ഞാൻ അമ്പാടി പൈകിടവ്. അങ്ങനെ അശ്വതി നക്ഷത്രമേ എന്നഭിരാമ സങ്കൽപ്പമേ ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ. അശ്വതി നക്ഷത്രമേ എന്നഭിരാമ സങ്കൽപ്പമേ ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ പറയാത്ത മംഗല്യമേ. അശ്വതി നക്ഷത്രമേ എന്നഭിരാമ സങ്കൽപ്പമേ. ആദ്യ താരമായ അനുരാഗമാൻ ആദ്യ താരമായ അനുരാഗമാൻ അഴകേ എൻ ഹൃദയത്തിൽ തീ വിടർന്നു. ആദ്യ താരമായ അനുരാഗമാൻ അഴകേ എൻ ഹൃദയത്തിൽ തീ വിടർന്നു. ഒരു താരം മാത്രം തുടിക്കുന്നു ഹൃദയേശ്വരിയും മനസ്സെൻ
യുഗങ്ങളിൽ നമ്മൾ അജ്ഞാതമാം പോയ യുഗങ്ങളിൽ നമ്മൾ അജ്ഞാതമാം മായയാൽ ഇതുപോൽ തടുത്തിരിക്കാം പോയ യുഗങ്ങളിൽ നമ്മൾ അജ്ഞാതമാം മായയാൽ ഇതുപോൽ തടുത്തിരിക്കാം അണയാത്തതാകം തമലേ നിന്നാകം അതിനായെന്നുള്ളിൽ നിലയ്ക്കാത്തതാകം അശ്വതി നക്ഷത്രമേ എന്നഭിരാമ സങ്കൽപ്പമേ ഹൃദയാമ്പരത്തിലെ മുകിലാമ്പരത്തിലെ മറയാത്ത മംഗല്യമേ അശ്വതി നക്ഷത്രമേ എന്നഭിരാമ സങ്കൽപ്പമേ ഹൃദയേശ്വരി നിന്നെടുവിപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു പ്രണയത്തിൻ സുഗമ സംഗീതം കേട്ടു ഹൃദയേശ്വരി നിന്നെടുവിപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു പ്രണയത്തിൻ സുഗമ സംഗീതം കേട്ടു ഹൃദയേശ്വരി അകലുമ്പോഴും അലറിന്റെ കവിളിൽ അണിമുത്തു വിതറും യാമം. അകലുമ്പോഴും അലറിന്റെ കവിളിൽ അണിമുത്തു വിതറും യാമം. പിരിയുമ്പോഴും ശ്രീകാത്രയായി സുഗന്ധം പകരുന്നു പുഷ്പം രജനീഗന്ധിയാ പുഷ്പം ഹൃദയേശ്വരി ഉറങ്ങുമ്പോഴും മലർവള്ളി പെണ്ണി ഉടലിൽ നിറയകം ഉറങ്ങുമ്പോഴും മലർവള്ളി പെണ്ണി ഉടലിൽ നിറയകം കരയുമ്പോഴും പ്രിയതന്റെ ചുണ്ടിൽ അടരാൻ തുടിക്കുന്നു രാഗം എനിക്കുള്ള ആ പത്മരാഗം ഹൃദയേശ്വരി നിന്നെടുവിപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു പ്രണയത്തിൻ
മലരാണോ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിയിച്ച മലരാണോ മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യ മണിയാണോ അനുരാഗഗാനം പോലെ അഴകിന്റെ കല പോലെ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വരുന്നൊരു പൂവാണോ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞു കടഞ്ഞെടുത്ത അനുരാഗഗാനം പോലെ അഴകിന്റെ കല പോലെ കരിവളകത്തേർന്നതിലും താമരമിഴികൾ തിളങ്ങി തരുണിമണി വീതിന വീസ മണിയറിയിൽ നിന്നു വിളങ്ങി കരിവളകൾ ചേർന്നു കിളങ്ങി താമരമിഴികൾ തിളങ്ങി തരുണിമണി വീതിന വീസ മണിയറിയിൽ നിന്നു വിളങ്ങി മണിയറിയിൽ നിന്നു വിളങ്ങി
നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ. നീ ഒരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. ഇലപൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും. നിൻ മൃദുവിരലിൻ സ്പർശം കൊണ്ടൻ പൂമരമടിമുടി തളിരണിയും. ശാരദയാമിനി നീയാകുമ്പോൾ യാമക്കിളിയായി പാടും ഞാൻ. ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രേമസ്പന്ദനമാകും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കുളിർമഴയായി നീ ഉണരുമ്പോൾ പുതുമണമായി ഞാൻ ഉണരും. മഞ്ഞിൻ പാദസരം നീ അണിയും ദളമർമരമായി ഞാൻ ചേരും. അന്നു കണ്ട കിനാവിൻ തൂവൽ കൊണ്ടു നാം ഒരു കൂടണിയും. പിരിയാൻ വയ്യാ പക്ഷികളായി നാം തമ്മിൽ കഥ പറയും. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി
സംഗീതം, അതുപോലെ ശ്യാം സാറാണ് സംഗീതം നിർവഹിച്ചത്. നാട്ടഭൈരവി രാഗത്തിലുള്ള രാമൻ, ഇവിടുത്തെ രാമേന്ദ്ര സ്ഥിരമായി പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് കാട്ടുകുറഞ്ഞി പോകുന്നുള്ളത്. അത് ഞാൻ രാമനെ കൊടുക്കാതെ ഞാൻ പാടാം. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരു കോരി കുളിരു കോരി 100 പാല് കോരിയും തൊട്ട് നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ ഒരു കരിക്കുഴലി. കട്ടുകൊറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരു കോരി കുളിരു കോരി 100 പാല് കോരിയും തൊട്ട് നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. കട്ടുകൊറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. പെണ്ണ് കോപിച്ചാൽ ഈറ്റപ്പുലി പോലെ. നണിക്കാറില്ല പെണ്ണ് നണിച്ചാൽ നടത്തിട പോലെ. കോപിക്കാറില്ല ഈറ്റപ്പുലി പോലെ. നണിക്കാറില്ല പെണ്ണ് നണിച്ചാൽ നടത്തിട പോലെ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളി. കാട്ടുകൊറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി 100 പാലും കുറിയും തൊട്ടു നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. കട്ടുകൊറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി 100 പാലും കോരിയും തൊട്ട് നടക്കും പെണ്ണ്. കരയാ
പാടില്ല കരഞ്ഞാലൊരു കരിങ്കുഴലി കൺകുറുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ് മയങ്ങും പെണ്ണ് മയങ്ങും പെണ്ണ് മയങ്ങും നീയൊരു പുഴയായി തഴുകും പ്രണയം വിടരും കരയാ നീയൊരു പുഴയായി തഴുകും പ്രണയം വിടരും കരയാ കനകമയൂരം നീയാണെ മേഘക്കനവായി പൊഴിയും ഞാൻ നീയൊരു പുഴയായി തഴുകും പ്രണയം വിടരും കരയാ ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും നിൻ മൃദുവിരലിൻ സ്പർശം കൊണ്ടൻ പൂമരമടിമുടി തളിരണിയും ശാരദയാവിനി നീയാകുമ്പോ യാമക്കിളിയായി പാടും ഞാൻ ഋതുവിൻ ഹൃദയം നീയായി മാറും നീയൊരു പുഴയായി തഴുകുമ്പോൾ പ്രണയം വിടരും കരയായി കുളിർമഴയായി നീ പുണരുമ്പോൾ പുതുമണമായി ഞാൻ മാറും. മഞ്ഞിൻ പാദസരം നീ അണിയും ദയമർമരമായി ഞാൻ ചേരും അന്നു കണ്ട കിനാവിൻ തൂവൽ കൊണ്ടു നാം ഒരു കൂടണിയും പിന്നാൻ വയ്യ പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ പറയും നീയൊരു പുഴയായി തഴുകുമ്പോൾ പ്രണയം വിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ നീയൊരു പുഴയായി തഴുകുമ്പോൾ പ്രണയം വിടരും കരയാകും താലിയുമായി വരുന്നേ ഇതിലേ ആവണി പൊയ്കയുമാകും അമലോവതുവായി അരികെ മാനത്തായി മുകിലകല മറയും ഒരു യാമത്തിൽ അനുരാഗമലിയും ഒരു മാനത്തായി മുകിലകല മറയും ഒരു പാപത്തിൽ അനുരാഗമലിയും ഒരു മാന്തരീയം രാവിൽ ആലില താലിയുമായി വരുന്നേ ഇതിലേ ഇതിലേ
മേലമാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ചുളാകിയുടെ സ്വന്തമായ നിമിഷം. മേലമാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ചുളാകിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കും മൈനേ നിറമംഗളമരുളും കോകിലമേ. വരവേൽക്കും മൈനേ പരമംഗളമരുളും കോകിലമേ. സുരഭിലമായൊരു മണിയറയും മധുവരമാനസം താലിലുമായി വരുന്നേ തിങ്കളേ ചന്ദനപ്പൊഴിയണിഞ്ഞു അറുകുമത്തിലകമോടെ കനകാങ്കുലിയ പണിയുന്ന ദേവസവിനോദീ. ചന്ദനപ്പൊഴിയണിഞ്ഞു അറുകുമത്തിലകമോടെ കനകാങ്കുലിയ പണിയുന്ന ദേവസവിനോദീ. ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കലമുകിലാവുകളേ. ഇതളൊണിയുന്നല്ലോ കുമുദിനിയുടെ കലമുകിലാവുകളേ. പുതിയൊരു ജീവിത വരികയുള്ളതും കുറുമൊഴി കൊണ്ടകളെ. ആലിലത്താലിയുമായി വരുന്നേ തിങ്കളേ ഇതിലേ ഇതിലേ. മാനത്തായി മുകിലകല മഴയൊരു യാമത്തിൽ അനുരാഗമലിയൊരു മാനത്തായി മുകിലകല മഴയൊരു യാമത്തിൽ അനുരാഗമലിയൊരു മാതൃല്യം രാവിൽ ആലിലത്താലിയുമായി വരുന്നേ ഇതിലേ ഇതിലേ ഇതിലേ. Thank you. ആരും കാണാതെ ആരും തൈമുള്ള പിന്നെയും പോയിടുമോ. ആരും കാണാതെ ആരും തൈമുള്ള പിന്നെയും പോയിടുമോ. പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടെ നെഞ്ചോടു ചേർന്നിടുമോ. ആരും കാണാതെ ആരും തൈമുള്ള പിന്നെയും പോയിടുമോ. കളപ്പുരമേയും കന്നിനിലാവേ ഇനിയും ഒരു തിരുവോണം. മുടിത്തുമ്പിലേറൻ തുളസിയുമായി ഇതിലേ വരുമോ.
പാട്ടിൻ ശ്രുതിയാവാനൊരു മോഹം മാത്രം ആരാരും കാണാതെ ആരോമൽ കൈമുള്ള തുന്നേയും പൂവിടുമോ പഴയ കിനാവിൻ മുന്തിരി നീരിൽ പാവം ഹൃദയം അലിയുന്നു ആളുകൾ മറിയും മിഴികളിലോരോ മോഹം വെറുതെ വിരിയുന്നു ദൂരേയോ പക്ഷി പാടുന്നു കാതരമാ സ്നേഹഗീതം ദൂരേയോ പക്ഷി പാടുന്നു കാതരമാം സ്നേഹഗീതം ഒരു നീലാംബരിയായി ഞാനതിൽ മാഞ്ഞി പോയി ആരാരും കാണാതെ ആരോമൽ കൈമുള്ള പിന്നെയും പൂവിടുമോ പൂഞ്ചില്ലത്തുമ്പിന്മേൽ കാഞ്ചാടും പൂമൊട്ട് നെഞ്ചോടു ചേർന്നിടുമോ മലയാള ഭാരതൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിടരും കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിന് ഒളിയില കരമുമ്പിൽ തെളിയുന്നു മലയാള ഭാരതൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിടരും പൂഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിയിൽ ഒളിയില കരമുണ്ടിൽ തെളിയുന്നു കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു പരിമളം പറഞ്ഞു ഇണങ്ങുമ്പോൾ കുരുവിത പളുങ്കണി വച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു മലയാള ഭാഷതൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിടരും കിളി കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിന് ഒളിയില കരമുണ്ടിൽ തെളിയുന്നു മയിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മായത്തിൻ മായാനിറം മയങ്ങുന്നു മയിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മായത്തിൻ മായാനിറം മയങ്ങുന്നു അരയെന്നെ പിട പോൽ നീ ഒഴുകുമ്പോൾ അഷ്ടമതി മധുരവർണ്ണം തിരയുന്നു നിറയുന്നു മലയാള ഭാഷതൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിടരും
കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി ഇടയിൽ കലന്തിൽ തെളിയുന്നു. കരമുകിൽ കാട്ടിലെ രജനി തന്നിലെ തലകാപ്പരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ കരിമുകിൽ കാട്ടിലെ രജനി തന്നിലെ കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. തിരിഞ്ഞൊന്നു നോക്കിയിടാതെ കരയുന്ന രാത്രിയെ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ മധുമാസ ചന്ദ്രനെ മദനൊന്നു പള്ളിയെ കരിമുകിൽ രജനി തന്നിലെ കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. കരയിൽ നീ മാത്രമായി. പാട്ടുകൾ കഴിയുന്ന ഒഴിവാക്കാം. നേരത്തെ പറഞ്ഞ മാതിരി ഏതാണ്ട് 16,000-ഓളം പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് വിവിധ ഭാഷകളിലായിട്ട്. അപ്പൊ നമുക്ക് കഴിയുന്നത് പാടാത്ത പാട്ടുകളാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആസ്വാദ്യത ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തായി ഹരിദാസ്. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നും മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നും മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണം, ഇനി എന്തു വേണമീ മൗനമേഘമലിയാൻ പ്രിയംവരേ. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നും മിണ്ടാൻ നെഞ്ചിൽ തീരാ
തീരാദാഹം. നീ വരുന്ന വഴിയോര സന്ധ്യയിൽ കാത്തു കാത്തു നിഴലായി ഞാൻ അന്നു തന്നൊരനുരാഗരേഖയിൽ നോക്കി നോക്കിയൊരുകുന്നു ഞാൻ. രാവുകളിൽ ശലഭമായി പകലുകൾ കിളികളായി നീ വരാതെ രാക്കിനാവുറങ്ങി ഉറങ്ങി. ഇനി എന്തു വേണമിനി എന്തു വേണമി മൗനമേഘമലിയാൻ പ്രിയമ്പതേ. ഒന്നു തൊടാനുള്ളിൽ തീരാ മോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. തെല്ലുറങ്ങിയുണരുമ്പോഴൊക്കെയും നിൻ തലോടലറിയുന്നു ഞാൻ. തെന്നൽ വന്നു കവിളിൽ തൊടുമ്പോഴ ചുംബനങ്ങൾ അറിയുന്നു ഞാൻ. ഓമലേ ഓർമ്മകൾ അത്രമേൽ നിർമ്മലം നിന്റെ സ്നേഹലയ മർമ്മരങ്ങൾ പോലും തരളം. മൃദുമന്ദഹാസമിൽ നേർത്തു നീട്ടിയ രസം മറഞ്ഞു നീ. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ഇനി എന്തു വേണമിനി എന്തു വേണമി മൗനമേഘമലിയാൻ പ്രിയമ്പതേ. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ഒന്നു മിണ്ടാൻ നെഞ്ചിൽ തീരാദാഹം. ചന്ദ്രികയോ രജനീഗന്ധിയോ അളവിൻ പെൺകൊടി അഴവിൻ പൂങ്കൊടിയാരുമീ ആരുമീ ആരുമീ. ചന്ദ്രികയോ രജനീഗന്ധിയോ അളവിൻ പെൺകൊടി അഴവിൻ പൂങ്കൊടിയാരുമീ ആരുമീ ആരുമീ.
കടി ശിവപേരൂര്. നടുവിൽ പച്ചക്കൊടി പിടിക്കണ കാട് പട്ടത്തില് കൂടുവാടി വിടമുണ്ടൊരു പാട്. തേക്കിക്കാടെന്ന് പറഞ്ഞു പോരണവേ കൂടലെങ്കി കൂടണം കളി ശിവപേരൂര്. ശിവപേരൂർ ആരവയിലൊട്ടകം കല്യാണം. കമ്പക്കെട്ടിലും കമ്പമുള്ളവരേ ഉത്സവ ചെണ്ട കൊട്ടണ പോലെ എത്ര പറഞ്ഞാലും പറയാത്തൊരുത്തിരി വേറെ പോകണമെങ്കിൽ പോകണം കടി ശിവപേരൂര്. കാട്ടുകുറിഞ്ഞി പൂഞ്ചോടി സ്വപ്നം കണ്ടു മയങ്ങും കാട്ടുകുറിഞ്ഞി പൂഞ്ചോടി സ്വപ്നം കണ്ടു മയങ്ങും കാട്ടുകുറിഞ്ഞി പൂഞ്ചോടി സ്വപ്നം കണ്ടു മയങ്ങും കാട്ടുകുറിഞ്ഞി പൂഞ്ചോടി സ്വപ്നം കണ്ടു മയങ്ങും
ശ്രീ മണിയനെ ആദ്യമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഗാനസന്ധ്യ ഭാവഗായന്റെ സ്മരണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. അദ്ദേഹം നമ്മളെ വേർപെട്ടു പോയെങ്കിലും ആ ഗാനങ്ങൾ എന്നും നിലനിൽക്കും ഇതേപോലെ. ഈ സന്ധ്യ ധന്യമാക്കി തന്ന എല്ലാ നല്ല പാട്ടുകാർക്കും ഈ യൂണിവേഴ്സിറ്റിന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചു. അതായത് ശ്രമിച്ച് എഴുതുന്ന എല്ലാ നാട്ടുകാർക്കും ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആൻസാരിയുടെ പേരിൽ എൻ്റെ പേരിൽ നന്ദി അറിയിച്ചു. ഒരിക്കൽ കൂടി ഈ പരിപാടി കരിങ്ങാരി പ്രദേശത്ത് നിൽക്കാവുന്ന ഗായകരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവർക്കും ഇതൊരു വലിയ പരിപാടിയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. നിങ്ങളുടെ ലൈബ്രറിക്ക് ഏറെ സന്തോഷമായി. നമുക്ക് ഇനിയും ഇതുപോലെ സായം സന്ധ്യകൾ ധന്യമാക്കുന്നതിന് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. മാത്രമല്ല ഞങ്ങളിവിടെ ഒരു ആദിവാസികളുടെ, അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ പോലും ആദിവാസി സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു നാടൻ പാട്ട് സംഘം കൂടി ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട്. ഇവരുടേതാണ് ഈ ട്രിപ്പിൾ ഡ്രമൊക്കെ. ഒരു സന്ധ്യ നമുക്ക് നാടൻ പാട്ടുകൾക്ക് വേണ്ടി അവർക്ക് കൂടി പ്രചോദനമാകുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കണം. മാത്രമല്ല ഇതേപോലെയുള്ള പരിപാടികൾ ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്ത് നടക്കുകയാണ്. ഇപ്പോൾ 70 വയസ്സ് തികഞ്ഞ ഇതുവരെ കടലും തീവണ്ടിയും കാണാത്ത 70 വയസ്സ് പിന്നിട്ടവർക്ക് വേണ്ടി കരുണയിലെ ഒരു സാമൂഹിക പ്രവർത്തകൻ ശ്രീ പള്ളിയാൽ മൊയ്തൂട്ടി ഒരു യാത്ര സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ചുമതലക്കാരൻ കൂടിയാണ് ഞാൻ. അപ്പോൾ അത്തരം ജീവിതത്തെ ധന്യമാക്കുന്ന കുറേ മഹത് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ ആദരിക്കണം. അവർക്കൊക്കെ ഒരു പ്രചോദനമായി നമ്മളൊക്കെ ഉണ്ടാകണം. പുതിയ തലമുറയ്ക്ക് നമ്മളൊക്കെയാണ് വഴികാട്ടികളായി മാറേണ്ടത്. സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ പ്രായമായവരെ ബഹുമാനിക്കുന്നവർ ഒക്കെ നമ്മുടെ ഗ്രന്ഥശാലകളിലും പരിസരത്തും ഉണ്ടാകണം. സംഗീതമാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയ ശ്രീ ജയേന്ദ്രന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെയൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അധ്യക്ഷന്റെ അഭാവത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.